സൂര്യ സാർ ജയിച്ചു. സൂര്യ സാറിന്റെ അമ്മയ്ക്ക് മുൻപിൽ സൂര്യ സാർ ജയിച്ചു. പക്ഷെ ഞാനോ സാർ, ഈ നിൽക്കുന്ന എന്റെ അച്ഛനോ, സാറിനെ പോലെ കോടികളുടെ സമ്പാദ്യമൊന്നും എന്റെ അച്ഛനില്ല. സാറിന്റെ കാരുണ്യം കൊണ്ട് അനുവദിച്ചു കിട്ടിയ വീട്ടില് ഞങ്ങളെ കെട്ടിപ്പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആളാ അച്ഛൻ. എനിക്ക് താഴെ 2 പെൺകുട്ടികളെ വീട്ടിലുണ്ട്. വിവാഹ മണ്ഡപത്തിൽ നിന്ന് തിരിച്ചു നാട്ടിൽ പോയ കാർത്തികേയൻ എന്തൊക്കെയാവും സാർ പറഞ്ഞുണ്ടാക്കുക? എന്റെ അനിയത്തിമാർക്ക് തലവേർത്തി നടക്കാൻ പറ്റുമോ? പഠിക്കാൻ പോകാൻ പറ്റുമോ? സർ, ഞാൻ അവർക്ക് വേണ്ടിയാ ജീവിച്ചത്. അച്ഛൻ വിവാഹാലോചനകൾ പലതും കൊണ്ടുവന്നിട്ടും വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാറി നടന്നത് അവർക്ക് വേണ്ടിയാ. സാറിനതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കോടികൾ കയ്യിലുള്ളവർക്ക് ജീവിതം വാങ്ങാനും ജീവിതം കൊടുക്കാനും ഒക്കെ എളുപ്പമാണ്. ഞങ്ങൾ അങ്ങനെയല്ല സർ. ഒരു നേരം പണിയെടുത്തില്ലെങ്കിൽ അടുത്ത നേരം വിശന്നിരിക്കേണ്ടി വരും. സാറിന്റെ മോൻ എന്റെ കഴുത്തിലിട്ട നീ താലിയുണ്ടല്ലോ, ആ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് വലിച്ചെറിയായിരുന്നു. പക്ഷെ എന്റെ കയ്യോ കാലോ മനസ്സോ ആ നേരത്തൊന്നും ചലിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ കഴുത്തിൽ കിടക്കുന്ന ഓരോ നിമിഷവും എനിക്ക് പൊള്ളുക സർ. എനിക്കിത് വേണ്ട. മോളെ, ഞാൻ പറയുന്നത് മോളൊന്ന് കേൾക്കണം. പോയില്ല അവൾ ഇതുവരെ, ഇറക്കി വിട്ടില്ല അവളെ ഇതുവരെ. മമ്മി ഇപ്പൊ അങ്ങോട്ട് പോരുത്, വിടന്നെ. ഇന്ന് രാത്രി ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ ഞാൻ ഉറങ്ങില്ല. സർ, എല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് ഇറങ്ങുന്ന സാറിന്റെ മോനുണ്ടല്ലോ, എനിക്ക് ആ മനുഷ്യനോട് ആദരവ് തോന്നിയിട്ടുണ്ട്. ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട് ബഹുമാനവും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഒരിടത്ത് പോലും ആ മനുഷ്യനോട് പ്രണയം തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നവളല്ല സർ ഞാൻ. അങ്ങനെ എന്റെ മനസ്സിനെ പഠിപ്പിച്ച് ഒതുക്കിയും ജീവിക്കുന്നവളാ ഞാൻ. സാറിന്റെ മകൻ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ വീടും സമ്പത്തും ഒക്കെ ഇനി നിന്റെ സ്വന്തം, അതൊക്കെ എടുത്ത് സന്തോഷിക്കാന്ന്. എന്റെ സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു വീടോ ഇവിടുത്തെ സമ്പാദ്യം ഒന്നുമില്ല സർ. തലേ ദിവസത്തെ കഞ്ഞിയില് ഒരു മുളക് ചതച്ചിട്ട് ഒന്നിച്ചിരുന്ന് എന്റെ അനിയത്തിമാരുമായിട്ട് കഴിച്ചാൽ കിട്ടുന്ന സുഖമൊന്നും തരാൻ ഈ കൊട്ടാരത്തിന് പറ്റില്ല. അതുകൊണ്ട് സർ തടയരുത്, എനിക്ക് പോണം. ഈ താലി എന്റെ കഴുത്തിലിടാൻ വേണ്ടി ഒരു ആചാരവും നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് തിരിച്ചെടുക്കാനെങ്കിലും എന്തെങ്കിലും ആചാരം ഉണ്ടെങ്കിൽ ആ ആചാരങ്ങൾക്കൊക്കെ ഞാൻ നിന്ന് തരാം. എനിക്ക് ശാപം പിടിച്ച കയറ് ഈ കഴുത്തുനിന്ന് പോയേ പറ്റൂ. അച്ഛാ, നമുക്ക് ഇറങ്ങാം, ഇപ്പൊ തന്നെ ഇറങ്ങാം.